അങ്ങനെ നമ്മുടെ ഭാഗ്യചക്രം കറങ്ങി തുടങ്ങി. നമുക്കിനി മിമിക്രി കോമ്പറ്റീഷനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം സിബി ആൻഡ് അഭിരാജ്. സിബി, എന്തുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. നല്ല വിശേഷം. എവിടെയാണ് വീടെന്ന് പറഞ്ഞത്? ഇരട്ടിയിലാണോ? ഓക്കെ. അതെ, എങ്ങനെയുണ്ട് അവിടുത്തെ റെസ്പോൺസ് ഒക്കെ? നല്ല അഭിപ്രായം. എല്ലാവരും നല്ല അഭിപ്രായമാണ് അല്ലേ? ആരൊക്കെയാണ് ലിസ്റ്റിലുള്ള? ഇന്ന് കുഞ്ചാക്കോ ബോബനും സുരേഷ് ഗോപി സാറും. ഓക്കെ, ശരി. അഭിരാജ്, എന്തുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. എങ്ങനെയുണ്ട് നാട്ടിലൊക്കെ? എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ടോ? നല്ല അഭിപ്രായം. ഇവിടെ വന്ന് ട്രോള് കിട്ടിയതിനെ കൊല്ലം പറഞ്ഞോ? ട്രോൾ കിട്ടിയ നല്ല അഭിപ്രായം പറഞ്ഞു. ശരി. ആരൊക്കെ ഇന്ന് ലിസ്റ്റില്? നരേന്ദ്രമോദി സാറും രാജേന്ദ്രൻ സാറും. ഓ, ഭയങ്കര കോമ്പിനേഷൻ ആയിപ്പോയല്ലോ. നരേന്ദ്രമോദി സാറും രാജേന്ദ്രൻ. ഓക്കെ, ധൈര്യമായിട്ട് ഒരു സ്പിൻ. 12. Let's open number 12. മേഘനാഥൻ. ശ്രമിക്കാം അല്ലേ? തള്ളേ, തോന്നിയ ദിവസം പറഞ്ഞാലുണ്ടല്ലോ. എന്തിനാണോ ഇവരൊക്കെ അകത്തോട്ട് പറഞ്ഞു വിടുന്നത്? അവിടുന്ന് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിട്ടുകൂടെ? ഓക്കെ, അഭിരാജ് സ്പിൻ. കലക്കി. ഒരു പോയിന്റ് ഇഷ്ടമുള്ളത് ഈ ലിസ്റ്റിലില്ലാതെ നരേന്ദ്രമോദി സാറും അതുപോലെ മുട്ടരാജേന്ദ്ര സാറും ഇല്ലാണ്ട് വേറൊരാളെ പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശൻ സാറിന്റെ ശബ്ദം. ഓക്കെ, ശരി. ഞാനും പിണറായി സഖാവും കൂടെ ഒരു കൂടിക്കാഴ്ച നടത്തിയപ്പോ അദ്ദേഹം എന്നെ കാപ്പി കുടിക്കാൻ ശ്രമിച്ചു. ഉള്ള കാര്യം പറയാനപ്പ അദ്ദേഹം 2 മുട്ട കഴിച്ചു. ഞാനും വിട്ടുകൊടുത്തില്ലപ്പ, ഞാൻ കഴിച്ചു 2 മുട്ട. ഈ രാഷ്ട്രീയത്തിലായാലും ഈ മുട്ട കഴിക്കുന്നതിനായാലും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നുള്ളൊരു ആഗ്രഹക്കാരനാണ് ഞാൻ. സൂപ്പർ. അപ്പൊ ഒരു എക്സ്ട്രാ ഫ്രീ സ്പിൻ അടിച്ചോ? Let's open number 17. സുരേഷ് ഗോപി. പഴയകാല സുരേഷ് ഗോപി. എനിക്ക് സ്ത്രീകളോട് ഒന്നും സംസാരിക്കാനില്ല. വെറുതെ പറയണമെന്നായിരിക്കരുത്. ലിസ്റ്റിലുണ്ടല്ലോ സുരേഷ് ഗോപി, കേൾക്കാം. സുരേഷ് ഗോപി സാറിന്റെ പഴയ വോയിസ് ആണ്, 20-ാം നൂറ്റാണ്ടിലെ ഒരു വോയിസ്. ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല, ചതിച്ചിട്ടുമില്ല. നിനക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞുകൊണ്ടല്ലേ? നീ എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട. 4 കാശിന് വിലയില്ലായിരുന്ന നിന്നെ ജാക്കിയാക്കിയത് ഞാനാണ്. നീ ശേഖരൻകുട്ടിയെ ഒരു ചുക്കുവാക്കിയിട്ടില്ല. ഡോണ്ട് ട്രൈ ടു ബോസ് മീ. നീ എൻ്റെ വലിയ സുഹൃത്താണെന്ന വിചാരമുണ്ടെങ്കിൽ അതം കളഞ്ഞേരെ. യു ആർ ഓൺലി മൈ ബിസിനസ് പാർട്ട്ണർ. സൂപ്പർ. ഇതാ അടുത്തത് സിബിയുടെ സ്പിന്ന. സിബി സ്പിന്നി. ഡയമണ്ട്. ഒരു പോയിന്റ് ഫ്രീ. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഒരു സാധനം ചെയ്യാം. ബൈജു സന്തോഷിന്റെ ഒന്ന് ചെയ്യാം. ശരി. എന്റെ 16-ാമത്തെ വയസ്സിൽ ഈ തലയിൽ ഭാരം കയറ്റി തുടങ്ങിയതാ. അതെ, കോടികളുടെ ഭാരം. ഈ ബിസിനസ്, കാശ്, കണക്ക് മടുത്തു. നിലം തൊടാത്ത യാത്രകൾ. അമേരിക്ക, ലണ്ടൻ, ജപ്പാൻ, ഇന്ത്യ, കേരള, വിയൂർ, കണ്ണൂർ, പൂജപ്പുര, പാളയം, സ്റ്റാച്യു, പേട്ട, തിരുവനന്തപുരം, അങ്ങനെ എത്ര രാജ്യങ്ങൾ. ഇത്ര പറ്റാത്തവരെന്തിനാ ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നത്? ഡയമണ്ട് ആയതുകൊണ്ട് പോയിന്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ റോൾ ഇട്ടാലും പോയിന്റ് കൊടുക്കും ഞാൻ. ശരി, അടുത്തത് ഫ്രീ സ്പിൻ എടുത്തോ. Let's open number 25. വിനായകൻ. സോറി, എനിക്ക് അറിയില്ല. എന്തായാലും വിനായകൻ. കൃഷ്ണ, അവരെന്നോർ കൂടാ, ഞാൻ നിന്നെ ഒന്ന് കാണാമെന്നാ. താഴ്ത്തുനിന്ന് എല്ലാരും പറഞ്ഞ അങ്ങോട്ട് കയറണ്ടാണ്. കൗതുക ലേശം കൂടുതലാണ്, മാപ്പാക്കണം. എന്നെ ഇഷ്ടപ്പെടാന്നറിയോ? സിബി പറഞ്ഞിട്ടേ ഇത് കൃഷ്ണ, ഞാൻ അവരുടെ കൂടെ തന്നേക്ക്. ഓക്കെ, അഭി ലാസ്റ്റ് സ്പിൻ. ഡയമണ്ട്. അടുത്ത പോയിന്റ് വേറെ ഒരെണ്ണം പറ. അന്ന് ലിസ്റ്റിൽ ആരൊക്കെയായിരുന്നു? വിനായകൻ എടുത്തോ. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു ഡയലോഗ്. നമസ്കാരം. നമസ്കാരം. തലശ്ശേരിക്കും 2 കാര്യങ്ങളുണ്ട്. അതിൽ എൻ്റെ ചിന്തയാണ്, ഇന്ന് ഞാൻ മാറും, മറ്റന്നാൾ വേറെ വരും. സിനിമ അങ്ങനെ തന്നെ ഉണ്ടാവും. ഉദാഹരണങ്ങളാണ് എൻ്റെ സ്ക്രീനിന് മുമ്പ് ഇരിക്കുന്ന ഈ പ്രേക്ഷകർ. ഫ്രീ സ്പിൻ അടിച്ചോ. 11. Let's open number 11. നമ്മുടെ കാപ്പി പിടി വെച്ചത്. കല്യാണം എന്ന് പറയുമ്പോൾ 2 പേരുള്ള സംഗമം.
ജാഫർക്ക് നന്നായിരുന്നു. സങ്കടം വരുന്നുണ്ടോ? ഇമോഷണൽ ആവുന്നുണ്ടെങ്കിൽ ഇമോഷണൽ ആയിക്കോ, കരയണമെങ്കിൽ കരയാം. സഹായിക്കാനല്ലേ ഞാൻ ഇവിടെ ഉള്ളത്. വിജടാ ഒന്ന് വേദിയിലേക്ക് വരൂ. സിബിയുടെ ലിസ്റ്റിൽ ഓൾറെഡി സുരേഷ് ഗോപി കഴിഞ്ഞു. ഇനി കുഞ്ചാക്കോ ബോബൻ കേൾക്കാം. ചാക്കോച്ചൻ്റെ ഒരു ലൈവ് വോയിസ് ആണ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ ഒരു പണ്ട് സിനിമ മോശമായിട്ടിരുന്ന സമയത്ത് അപ്പനൊരു ബിസിനസ്സൊക്കെ തുടങ്ങാനായിട്ട് ആലോചിച്ചു, പ്രത്യേകിച്ച് ഫിനാൻസിൻ്റെ പരിപാടികളൊക്കെ. ഒരാവശ്യമില്ലാത്ത കാര്യമാണ്. അപ്പൻ്റെ ഒരു സുഹൃത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ സ്വർണം പണം വെച്ചിട്ട് കാശ് കൊടുത്തു, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് പ്രശ്നമായിട്ട് ആ സ്വർണവും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയ സാഹചര്യമുണ്ട്. പക്ഷെ എന്നിരുന്നാലും അപ്പൻ്റെ ആ സുഹൃത്തിനെ ബുദ്ധിമുട്ടിക്കാനോ വഴക്കിടാനോ ഒന്നും പോയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ അപ്പനിൽ നിന്നാണ് കണ്ടു പഠിച്ചിട്ടുള്ളത്. സൂപ്പർ, അടിപൊളി അടിപൊളി അടിപൊളി. സൂപ്പർ. അഭിരാൻ ലിസ്റ്റില് സാർ നരേന്ദ്രമോദി സാറിന്റെ ശബ്ദം. അതായത് നമുക്ക് ഓണക്കാലത്ത് ഒരു മലയാളത്തിൽ ആശംസ ചെറിയൊരു ഭാഗം. മഹാബാലി ആണോ മാനായ ദാനശീലനായ അടിപൊളി. ഭരണകർത്താവിൻ്റെ സുവർണ കാലത്തെ ആർമിപ്പിക്കുന്ന ഒരു അവസരമാണ് ഓണം. പ്രജാക്കളുടെ സമത്വവും സൗഹാർദ്ദവും നമുക്ക് എക്കാലത്തും അനുകരണീയമാണ്. ഈ മഹത്തായ ആശയവും സങ്കല്പവും ലോകത്തിനു തന്നെ മാതൃകയാണ്. ഏവർക്കും ഓണാശംസകൾ കൂടി പറയണം. ഓണാശംസകൾ അതുകൂടി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സൂപ്പർ. അപ്പൊ ഇനി മുട്ടരേന്ദ്രൻ. 25 வருஷத்துக்கு முன்னாடி பெரிய தடாவோட கனவோட தூத்துக்குடியில இருந்து மദ്രാസിக்கு ஃப்ளைட் கார் கொடுத்தான். அவன் பார்க்காத டைரக்டர் இல்ல, போகாத லொகேஷன் இல்ல, ஏன்னா ஒரு வாய்ப்பு கூட அவனுக்கு கிடைக்கல. 55 வயசாச்சு. இனி என் திரும்ப பார்க்கும் போது லைஃப்ல ஒன்றுமே ஆகலன்னு நினைக்கும் போது ஒரு ஃபோன் கால், தம்பி அடுத்த படத்து தீந்தா வில்லன். സൂപ്പർ. അപ്പൊ വിജടാ സിബി അഭിരാജെ രണ്ടുപേരും പൊളിച്ചോട്ടാ. എനിക്ക് ചാക്കോച്ചന്റെ ഭയങ്കര ഇഷ്ടമായിട്ടാ. സുരേഷ് ഏട്ടൻ്റെയും അതുപോലെ തന്നെ പഴയ വോയിസാണ്. 20-ാം നൂറ്റാണ്ടിൽ ഭയങ്കര രസമായിരുന്നു. കാരണം പഴയ വോയിസ് ആണല്ലോ, അത് കറക്റ്റായിട്ട് 2 സ്റ്റാറുകൾ നന്നായിരുന്നു. കുറച്ച് ട്രോള് കിട്ടി, പക്ഷേ ഡയമണ്ട് അടിച്ചില്ലേ? പോയിന്റ് ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ഈ സ്പിന്നിലായിരുന്നു ഇവര് കോമ്പറ്റീഷൻ. 3 ഡയമണ്ട് വീണ്. അഭിരാജ് എല്ലാ സ്റ്റാറുകളും നല്ല മനോഹരമായിരുന്നു കേട്ടാ. പ്രൈം മിനിസ്റ്ററുടെ ഗംഭീരമായിരുന്നു. അതൊന്നും ആരും അങ്ങനെ എടുക്കാറില്ല അല്ലേ? പിന്നെ അതുപോലെ തന്നെ പിന്നെ വിനായകൻ, എൻ്റെ അമ്മോ ലൈവ് വോയിസ് പൊളിച്ചു കളഞ്ഞിട്ടാ. രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, സൂപ്പർ. സിബി അഭിരാജ് രണ്ടുപേരും തകർത്ത് കേട്ടോ. എനിക്കന്ന് കോമ്പറ്റീഷൻ ഇത്രയധികം ലെങ്ത് ചെയ്തതും അല്ലെങ്കിൽ ഇത്ര നീണ്ടുപോയത് കാര്യം നേരത്തെ പറഞ്ഞാൽ സ്പിന്നിനുള്ള മത്സരമായിരുന്നു, പ്രത്യേകിച്ച് ഡയമണ്ട് കിട്ടുക. പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ബോണസ് എടുക്കുന്ന സ്റ്റാറുകൾ അഭിരാജ് ഇത് ഗംഭീരമാക്കി കേട്ടോ. അഭിരാജ് എടുത്ത 4 സ്റ്റാറും അടിപൊളിയാണ്, സിബിയും അടിപൊളിയാണ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ് രണ്ടുപേരും. സൂപ്പർ. അഭിരാജ് ധൈര്യമായിട്ട് സ്പിൻ ചെയ്തോ. വീണ്ടും ഡയമണ്ട്. ഇത്രയും ഡയമണ്ട് ഒന്നും നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. വീണ്ടും ഡയമണ്ടിലേക്ക് കൂടി ഡയമണ്ട് ആയി കഴിഞ്ഞാൽ അഭിരാജ് ലോട്ടറി അപ്പൊ അഭിരാജ് ഒന്നും പറയില്ല. 10,000 രൂപ കിട്ടി. കണക്കാക്കി വന്നാണ്ടാ ഞാനായിട്ടത് എനിക്കാണ് സ്പിന്നത്. ഇത് കഴിഞ്ഞ് കോമഡി ഉത്സവത്തിൽ അഭിരാജിന്റെ വക ട്യൂഷൻ ഉണ്ട് എങ്ങനെ ഡയമണ്ട് അടിക്കാൻ. ഓക്കെ, രണ്ടുപേരെ കൈപിടിച്ചു. അടിപൊളി.